അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പമ്പിംഗ് ലെമ്മയാണ്. ഈ പമ്പിംഗ് ലെമ്മ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ലാംഗ്വേജ് എന്താണ് CFL അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പമ്പിംഗ് ലെമ്മ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ലാംഗ്വേജ് CFL ആണെന്ന് അസ്യൂം ചെയ്യണം. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു കോൺസ്റ്റൻറ്റ് C നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ Cക്ക് ഒരു നാച്ചുറൽ നമ്പർ വാല്യൂ ആയിട്ട് കൊടുക്കണം. ആദ്യമേ തന്നിരിക്കുന്ന ലാംഗ്വേജ് CFL ആണ് കൺസിഡർ ചെയ്യും. അതിനുശേഷം ഒരു കോൺസ്റ്റൻറ്റ് C എടുക്കും. ആ Cക്ക് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ വാല്യൂവും കൊടുക്കും. എന്നിട്ട് ഒരു സ്ട്രിങ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് Cയേക്കാളും ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ആയിരിക്കണം. എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജിനകത്തുനിന്ന് ഒരു സ്ട്രിങ് എടുക്കണം. ആ സ്ട്രിങ്ങിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന നാച്ചുറൽ നമ്പറിനേക്കാളും ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ആയിരിക്കണം. അതിനുശേഷം നമ്മുടെ സ്ട്രിങ് നമ്മളിപ്പോൾ എടുത്ത സ്ട്രിങ്ങിനെ 5 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം. ആ പാർട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UVWXY എന്ന് പറയുന്ന 5 പാർട്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കണ്ടീഷനുണ്ട്. അതിനകത്തുള്ള VWX എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ആയിരിക്കണം. VXൻ്റെ മാത്രം ലെങ്ത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് VXൻ്റെ ലെങ്ത്ത് 0 ആവാൻ പാടില്ല. അതേപോലെ തന്നെ VW അതായത് Vയും Xും കൂടെ ഒരുമിച്ച് എടുക്കുന്നതിൻ്റെ ലെങ്ത്ത് 0 ആവാൻ പാടില്ല. Vയും Wയും Xും കൂടി ഒരുമിച്ച് എടുക്കുന്നതിൻ്റെ ലെങ്ത്ത് Cയേക്കാളും ഗ്രേറ്ററോ ആവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഈ VX ഞാനിപ്പോൾ പറഞ്ഞതാണ്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എടുക്കണം. അതിനകത്ത് I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ I എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ V⁻⁰ X⁻⁰ നമ്മൾ Vക്കും Xനും കൊടുക്കും. അപ്പം നമ്മൾ UV⁻⁰ W X⁻⁰Y ഇതിനകത്ത് നമ്മൾ Iക്ക് 1 2 3 4 എക്സെട്ര എന്ന് പറയുന്ന വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവർ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം വാല്യൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്ട്രിങ് കിട്ടുമല്ലോ. ആ സ്ട്രിങ് നമ്മുടെ ലാംഗ്വേജിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? CFL ആണ്. അങ്ങനൊരു സ്ട്രിങ് നമ്മുടെ ലാംഗ്വേജിൽ ഇല്ലെങ്കിൽ നോട്ട് CFL ആണ്. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ആദ്യമേ 1 ഇട്ട് കൊടുക്കുമ്പോഴും 2 ഇട്ട് കൊടുക്കുമ്പോഴും ചിലപ്പോൾ അക്സെപ്റ്റ് ആവും. 3 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അക്സെപ്റ്റ് ആവത്തില്ല. ഇപ്പം 1ഉം 2ഉം 3 ഇട്ട് കൊടുത്തിട്ട് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങളൊരു 4ഓ 5ഓ വരെ ചെയ്യണം. നിങ്ങൾക്കത് CFL അല്ലാതെ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു 4ഓ 5ഓ മാക്സിമം ഒരു 3 ഒക്കെ ആകുമ്പോഴത്തേക്ക് CFL അല്ലാതെ പ്രൂവ് ചെയ്യും. അങ്ങനെ പ്രൂവ് ആയില്ലെങ്കിൽ ഒരു 5 വരെ ചെയ്തിടണം. അപ്പം നമ്മുടെ PDയിലോട്ട് അതായത് പമ്പിംഗ് ലെമ്മ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ നോക്കിയത്. അതിനുശേഷം ഇനി ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഷോ ദാറ്റ് ദ ലാംഗ്വേജ് L = A⁻P വേർ P ഈസ് എ പ്രൈം നമ്പർ ഈസ് നോട്ട് എ CFL. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ലാംഗ്വേജ് എന്താണ്? CFL അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ഫസ്റ്റിൽ എഴുതേണ്ടത് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത് എഴുതണം. പ്രൈം നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്താണ് 2 3 4 5 എന്ന് പറയുന്ന അപ്പം നമ്മൾ Aക്ക് 2 3 4 5 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ലാംഗ്വേജ് എഴുതും. ലാംഗ്വേജ് എഴുതുമ്പം L = A അങ്ങനെ 5A വരുന്നത്. പിന്നെ എന്താണ് 1 2 3 4 വരത്തില്ല കേട്ടോ, പ്രൈം നമ്പേഴ്സാണ്. 2 3 5 7 അങ്ങനെയാണ് പ്രൈം നമ്പേഴ്സ് എടുക്കുന്നത്. അപ്പം 4 പ്രൈം നമ്പർ വെച്ചിട്ട് നമ്മളൊരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത് എഴുതും. എന്നിട്ട് അതിനുശേഷം നമ്മൾ എടുത്തേണ്ടത് ഒരു കോൺസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യുക. ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 5 ആയിട്ടാണ് ഞാൻ കോൺസ്റ്റൻറ്റ് എടുക്കുന്നത്. അതിനുശേഷം ഒരു സ്ട്രിങ്ങും നമ്മുടെ ഈ ലാംഗ്വേജിനകത്ത് നിന്ന് ഒരു സ്ട്രിങ് എടുക്കുക. ഞാൻ ഒരു 7A വരുന്ന ഒരു സ്ട്രിങ് W എന്നും പറഞ്ഞു എടുക്കും. എന്നിട്ട് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്താണ്? 7 ആണ്. 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാനിങ്ങനെ എടുത്ത സ്ട്രിങ്ങിനെ ഞാൻ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. 5ആയിട്ട് ഡിവൈഡ് ആദ്യത്തെ 2 Aനെ ഞാൻ U ആയിട്ട് എടുക്കുന്നു. അടുത്ത Aനെ ഞാൻ V ആയിട്ട് എടുക്കുന്നു. അടുത്ത Aനെ ഞാൻ W ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് അടുത്ത ഒരു Aനെ ഞാൻ X ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ബാലൻസ് വരുന്ന 2 Aയും കൂടി ഞാൻ Y ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് U = V = W = X = Y = എന്ന് പറഞ്ഞ് ഞാൻ അതിനെ എടുത്ത് എഴുതുന്നു. അതിനുശേഷം എനിക്ക് ബാക്കി കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നതെന്ന് നോക്കണം. Vയും Wയും Xും കൂടി എടുക്കുമ്പം 3A ആണ് വരുന്നത്. അപ്പോഴത്തേക്ക് VWXൻ്റെ ലെങ്ത്ത് 3 ആണ്. അത് ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് VX ആണ്. VX വരുമ്പോഴത്തേക്ക് AA ആണ് വരുന്നത്. അതിൻ്റെ ലെങ്ത്ത് 2 ആണ്. അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പം സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്നു. ഇനി എൻ്റെ അടുത്ത പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ UV⁻⁰ യും WX⁻⁰ യും
ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് എൻ്റെ അടുത്ത ഇത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിന് ആദ്യമേ ഞാൻ 1 കൊടുക്കുവാണ്. 1 കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും a_1 അപ്പം എൻ്റെ സ്ട്രിങ് എങ്ങനെ വരും, ഒരു 7 വരുന്ന സ്ട്രിങ് ഉണ്ട്. അപ്പോൾ എയുടെ കൗണ്ട് 7 ആണ്. അപ്പോഴത്തേക്ക് ആ 7 നമ്മുടെ ലാംഗ്വേജിൽ വരുന്നതാണ്, പ്രൈം നമ്പർ അല്ലേ. അപ്പോഴത്തേക്ക് അത് CFL ആണ്. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് നമ്മളുടെ ആ ലാംഗ്വേജ് CFL ആണ്. അതിന് ഞാൻ 2 കൊടുക്കും. 2 കൊടുക്കുമ്പോൾ a_2 അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് 2 4 6 7 8 9 A ആണ് വരുന്നത്. അപ്പം 9A എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. 9 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം, നമുക്ക് തന്നിരിക്കുന്ന ലാംഗ്വേജ് CFL അല്ല. അപ്പോഴത്തേക്ക് ഗിവൺ ലാംഗ്വേജ് ഈസ് നോട്ട് എ CFL എന്നും പറഞ്ഞിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. അപ്പം നമ്മുടെ പുഷ് ഡൗൺ ഓട്ടോമാറ്റ അല്ല, നമ്മുടെ പമ്പിംഗ് ലെമ്മ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ഈ സ്റ്റെപ്സ് ഇത്രയും ഫോളോ ചെയ്യണം. ഈ സ്റ്റെപ്സ് അതേപോലെ തന്നെ നമ്മൾ പ്രോബ്ലം എഴുതുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം എഴുതാൻ. ആദ്യമേ അസ്യൂം എല്ലാ CFL എന്നും പറഞ്ഞ് എഴുതിയിട്ട് ലാംഗ്വേജ് എല്ലാം എഴുതുക, എന്നിട്ട് അതിനുശേഷം രണ്ടാമത് സെലക്ട് എ കോൺസ്റ്റന്റ് C, ഗിവ് എ വാല്യൂ ടു C എന്ന് പറഞ്ഞിട്ട് C = എ നാച്ചുറൽ നമ്പർ, എന്നിട്ട് ലെറ്റ് C be എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതിനുശേഷം സെലക്ട് എ സ്ട്രിങ് Z ഫ്രം L such that എന്ന് പറഞ്ഞിട്ട് ഈ കണ്ടീഷൻസ് എഴുതിയിട്ട് സ്ട്രിങ് എടുത്ത് എഴുതുക. എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാവുന്നെന്ന് കാണിക്കുക. എന്നിട്ട് ഈ 5 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും അങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം കാണിക്കാൻ. ഇനി നമുക്ക് ഈ മോഡ്യൂളിനകത്ത് ബാലൻസ് ആയിട്ടുള്ളത് ക്ലോഷർ പ്രോപ്പർട്ടീസ് ആണ്. അപ്പം ഈ ക്ലോഷർ പ്രോപ്പർട്ടീസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാം. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾ നോക്കിയിട്ട് വേണം പോവാൻ. ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് CFL. അപ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ CFL ആർ ക്ലോസ്ഡ് അണ്ടർ യൂണിയൻ. അതായത് ഇപ്പോൾ 2 ലാംഗ്വേജ് ഉണ്ട്, L1ഉം L2ഉം CFL ആണെങ്കിൽ L1 യൂണിയൻ L2 എന്ന് പറയുന്നത് CFL ആയിരിക്കും. രണ്ടാമത്തത്, ദ CFL ആർ ക്ലോസ്ഡ് അണ്ടർ കോൺകാറ്റിനേഷൻ. L1ഉം L2ഉം CFL ആണെങ്കിൽ L1.L2 എന്ന് പറയുന്നതും CFL ആയിരിക്കും. മൂന്നാമത്തത്, ദ CFL ആർ ക്ലോസ്ഡ് അണ്ടർ ക്ലീൻ ക്ലോഷർ. ഇപ്പം L1 എന്ന് പറയുന്നൊരു ലാംഗ്വേജ് CFL ആണെങ്കിൽ L1ൻ്റെ ക്ലോഷർ എന്ന് പറയുന്നതും ക്ലീൻ ക്ലോഷർ എന്ന് പറയുന്നതും CFL ആയിരിക്കും. പിന്നത് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ CFL ആർ ഉണ്ട് കേട്ടോ. ദ CFL ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഇൻ്റർസെക്ഷൻ. അതായത് L1ഉം L2ഉം CFL ആണെങ്കിൽ L1 ഇൻ്റർസെക്ഷൻ L2 എന്ന് പറയുന്നത് CFL അല്ല. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ദ CFL ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റ്. അതായത് നമ്മളുടെ L1 എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്ന ലാംഗ്വേജ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് CFL ആയിരിക്കത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ക്ലോഷർ പ്രോപ്പർട്ടീസ്. ഇത് നോക്കിയിട്ട് പോകണം. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്.